കൊല്ലം ശക്തികുളങ്ങര തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള നടപടി ആരംഭിച്ചു. ക്രെയിനിന്റെ സഹായത്തോടെ കണ്ടെയ്നറുകൾ കരയ്ക്ക് കയറ്റുകയാണ്. കസ്റ്റംസ്, ജില്ലാ ഭരണകൂടം എന്നിവരുടെ അനുവാദം ലഭിച്ചാൽ കണ്ടെയ്നറുകൾ തീരത്ത് വെച്ച് തന്നെ പൊളിക്കും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഒഴിഞ്ഞ കണ്ടെയ്നറുകളല്ലേ അവിടെ തീരത്തടിഞ്ഞിട്ടുള്ളത്? അപ്പോൾ അത് നീക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ തുടരുന്നു? ദിവ്യ, ശക്തികുളങ്ങര പള്ളിക്ക് സമീപത്തുള്ള തീരത്ത് കഴിഞ്ഞ ദിവസം അടിഞ്ഞിരിക്കുന്നത് ഏകദേശം 10ഓളം അതായത് 10 കണ്ടെയ്നറുകളാണ്. മൂന്ന് വീതമുള്ള 2 കണ്ടെയ്നറുകൾ, പിന്നെ 2 ഒരെണ്ണം, അത്തരത്തിൽ വിവിധ അതായത് പല സെറ്റായിട്ടുള്ള കണ്ടെയ്നറുകളായിരുന്നു അടിഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആദ്യഘട്ടത്തിൽ ഇതിനെ ബോട്ട് ഉപയോഗിച്ച് ഇതിനെ വലിച്ച് കൊല്ലം തുറമുഖത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ അത് വിജയിക്കാൻ സാധ്യതയില്ല. അതായത് അത്രത്തോളം പ്രക്ഷുബ്ധമായിരുന്നു കടൽ. അതുകൊണ്ട് തന്നെ അത് വിജയിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ മാറ്റാനൊരു ശ്രമം നടത്താതിരുന്നത്. തുടർന്ന് ഇന്നിപ്പോൾ അതായത് ആദ്യ ഒരു സെറ്റ് കണ്ടെയ്നറിനെ കടലിൽ നിന്നും വലിച്ച് കരയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്നുള്ള കണ്ടെയ്നറുകളും വലിച്ച് കരയിലേക്ക് കയറ്റിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ. അതിന് ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെയും കസ്റ്റംസിൻ്റെയും അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇട്ടുകൊണ്ട് തന്നെ അതിനെ പൊളിച്ച് അതിനെ പീസാക്കിയതിന് ശേഷം ഇവിടെ നിന്നും മാറ്റുക എന്നുള്ളൊരു നടപടിയിലേക്കായിരിക്കും ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ കമ്പനിയുടെ ജീവനക്കാരും കടക്കുക. അതിന് കസ്റ്റംസിൻ്റെ അനുമതി വേണം, കസ്റ്റംസിൻ്റെ കൊച്ചിയിൽ നിന്നുള്ള കമ്മീഷൻ്റെ അനുമതി വേണം. മാത്രമല്ല ജില്ലാ ഭരണകൂടവും അത് അംഗീകരിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ. പരാതികൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്നും കടലിലേക്ക് പോകുന്ന നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്കകൾ മാറ്റുന്നതിന് വേണ്ടി ആദ്യം അത് കടലിൽ നിന്നും മാറ്റുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട്. കാര്യം തിരമാലകൾ അടിക്കുന്ന സമയത്ത് അതിലുള്ള ആ ഒരു തെർമോക്കോൾ പോലെയുള്ള ആ ഒരു ഭാഗം കൂടുതലായി അടർന്ന് കടലിലേക്ക് വീഴുന്നത് ആളുകൾക്ക് ആശങ്കയുണ്ടാക്കുന്നു. നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കൊല്ലം തുറമുഖത്ത് ആദ്യഘട്ടത്തിൽ അതായത് കൊല്ലം കടൽ മാർഗം എത്തിച്ച ഒരു കണ്ടെയ്നർ അവിടെ നിന്നും കരയ്ക്ക് കയറ്റുകയും തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഏകദേശം 35 കണ്ടെയ്നറുകളാണ് വിവിധ തീരങ്ങളായി കൊല്ലത്ത് തന്നെ അടിഞ്ഞിരിക്കുന്നത്. അതിനെല്ലാം എത്രയും വേഗം മാറ്റുന്നതിനുള്ള നടപടികളിലേക്കും ഇപ്പോൾ ശക്തികുളങ്ങരയിലെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. വിവരങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.